മെയ് 3 നീറ്റ് എക്സാമിനേഷന്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഇന്ന് മുതൽ എല്ലാ വിദ്യാർത്ഥികളും കളർ സൈസോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയോ 3 പേജുള്ള ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഫസ്റ്റ് 2 പേജസ് ആണ് ഹാൾ ടിക്കറ്റ്, തേർഡ് 1 ഇൻസ്ട്രക്ഷൻ ആണ്. ഫസ്റ്റ് 2 പേജ് എക്സാം ഹാളിലേക്ക് നാം കൊണ്ടുപോകണം. അതിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. സെക്കൻഡ് കോളത്തിൽ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ പേസ്റ്റ് ചെയ്യണം. മൂന്നാമത്തെ കോളത്തിലുള്ള സിഗ്നേച്ചർ ഏരിയയിൽ നമ്മൾ എക്സാമിനേഷൻ സെന്ററിൽ ചെന്ന് ഇൻവിജിലേറ്ററിന് മുമ്പിൽ വെച്ചാണ് സൈൻ ഇടേണ്ടത്. ഹോൾ ടിക്കറ്റിന്റെ സെക്കൻഡ് പേജിൽ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്യണം. ഈ 2 ഷീറ്റ് കൂടാതെ ഒരു എക്സ്ട്രാ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും എക്സാമിനേഷൻ ഹാളിലേക്ക് നാം കൊണ്ടുപോകണം. ഇത് കൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആധാർ കാർഡാണ് ID പ്രൂഫായി കൊണ്ടുപോകേണ്ടത്. 15 വയസ്സിന് ശേഷം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക. കാരണം എക്സാമിനേഷൻ ഹാളിലേക്കുള്ള എൻട്രി ബയോമെട്രിക് സ്കാനിങ്ങിലൂടെയാണ് ഒരു എൻട്രി ലഭിക്കുക. ആധാർ കാർഡാണ് വളരെ ഈസിയായി ആ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ, ബയോമെട്രിക് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ ഈസി ആകുക. ആധാർ കാർഡ് അല്ലാതെ മറ്റുള്ള ഫോട്ടോ ID പ്രൂഫുകൾ വളരെയധികം സമയം എടുക്കുമെന്നുള്ളത് കൊണ്ട് എല്ലാവരും ആധാർ കാർഡ് തന്നെ ക്യാരി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 3 ഡോക്യുമെന്റ്സുകൾ അല്ലാതെ എക്സ്ട്രാ നമുക്ക് കരുതാൻ പെർമിഷൻ ഉള്ളത് ഒരു ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ മാത്രമാണ്. ഇനി 3-ാം തീയതി 2 മണി മുതൽ 5 മണി വരെയുള്ള 3 മണിക്കൂർ എക്സാം ആണ്. 11 മണിക്ക് ശേഷം നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. ഈ പരീക്ഷാ ഹാളിൽ 3 മണിക്കൂർ ടൈം മാനേജ് ചെയ്ത് നല്ല കോൺഫിഡൻസോടെ എക്സാമിനേഷൻ എഴുതുക. എക്സാമിനേഷൻ ടൈമിൽ പുറത്തേക്ക് ഇറങ്ങാൻ പെർമിഷൻ ഇല്ല. ഇനി ഇറങ്ങിയാൽ എല്ലാ ചെക്കിങ്ങിന് ശേഷം മാത്രമേ എക്സാം ഹാളിലേക്ക് റീ എൻട്രി ഉള്ളൂ. പരീക്ഷ തീരാതെ 5 മണിക്ക് മുമ്പ് ആരെയും അവിടുന്ന് പോരാൻ സമ്മതിക്കത്തുമില്ല. എക്സാം കഴിഞ്ഞാൽ എല്ലാ ഡോക്യുമെന്റ്സും അവിടെ തിരിച്ചേൽപ്പിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് മാത്രമാണ് തിരിച്ചു കൊണ്ടുവരാൻ പെർമിഷൻ ഉള്ളത്. ഈ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ 3-ാമത്തെ പേജായ ഇൻസ്ട്രക്ഷൻസ് എല്ലാവരും വായിച്ചു മനസ്സിലാക്കുക. ഇനി 3-ാം തീയതിയുള്ള എക്സാമിനേഷനായി ഇന്ന് മുതൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നന്നായി കോൺഫിഡൻസോടെ പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും മികച്ച രീതിയിൽ നല്ല കോൺഫിഡൻസോടെ എക്സാമിനേഷൻ എഴുതുക. നല്ല മാർക്കുകൾ സ്കോർ ചെയ്യുക. മെഡിക്കൽ സെക്ടറിലെ മുഴുവൻ പരീക്ഷകൾക്കും 2026 അക്കാഡമിക് ഇയറിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള നീറ്റ് എക്സാമിനേഷനിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാൻ നന്നായി കോൺഫിഡൻസോടെ എക്സാം എഴുതുക. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.